ബയോഎൻടാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സെൽ ബയോളജിയിലെ ടെക്നിക്സ് യൂസ് ഇൻ സെൽ ബയോളജി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അതായത് അതിൽ മൈക്രോസ്കോപ്പി എന്നുള്ള പോർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ രണ്ടാമത്തെ കണ്ടിന്യൂഷനാണ് എടുക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അധികം വൈകി അതിനെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ പോർഷനായിട്ടുള്ള ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് പറയുമ്പോൾ സ്റ്റെയിനിങ് ചെയ്യാണ്ട് നമ്മൾ സാധാരണ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ കാര്യമല്ല വെച്ചാൽ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിലെ ഓരോ കോമ്പോണൻസും കാണാൻ പറ്റുള്ളൂ. പക്ഷേ ലിവിങ് സെല്ല് കാണണമെങ്കിൽ അതിപ്പോൾ ഡെഡ് സെല്ല് മാത്രമേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ലിവിങ് ആയിട്ടുള്ള സ്റ്റെയിൻ ചെയ്യാനുള്ള സെല്ല് കാണണമെങ്കിൽ നമുക്ക് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഒരു ഒബ്ജക്റ്റിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ റിട്ടാർഡേഷൻ നടക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫേസ് ചേഞ്ച് നടക്കും. അതായത് അതിന് ആ ഒബ്ജക്റ്റ് തട്ടി വരാത്ത ലൈറ്റ് അതേ ഒരു ഫേസ് ഉണ്ടാവും. ആ തട്ടിയിട്ട് വരുന്ന ലൈറ്റിന് ലേശം റിട്ടാർഡേഷൻ നടക്കും. അപ്പം രണ്ട് ലൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് മൈന്യൂട്ടായിട്ട് ഡിഫറൻസ് ആയിരിക്കും. അതിന് പ്രത്യേക ഇൻസ്ട്രുമെൻറ്റ് വെച്ച് ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു ഒബ്ജക്റ്റിലൂടെ പോകുമ്പോൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് നടക്കും, അത് ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ അത് ആംപ്ലിഫൈ ചെയ്യുന്ന ബേസിസിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേറെയും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് വേറെയും കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സഹായത്തോടുകൂടി സ്റ്റെയിൻ ചെയ്യാണ്ട് ലൈവ് സെൽസിനെ കാണാൻ പറ്റും. മറ്റേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫിക്സേഷൻ നടന്ന് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെല്ല് കാണാൻ പറ്റില്ല. അതായത് ഡെഡ് സെൽസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലിവിങ് ഓർഗാനിസം ഡയറക്റ്റ് കാണണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ, വൈറസിനൊക്കെ കാണണമെങ്കിൽ, നമുക്ക് ലൈവായിട്ടുള്ള സെൽസ് കാണണമെങ്കിൽ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ഫ്രിറ്റ്സ് സെർനിക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ചേഞ്ചിങ് ഫേസ് ഓഫ് ലൈറ്റ് ആണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലൈറ്റ് ഒബ്ജക്റ്റിലൂടെ പോകുമ്പോൾ റിട്ടാർഡേഷൻ നടക്കും, അത് ആംപ്ലിഫൈ ചെയ്യും. സ്റ്റെയിനിങ് ചെയ്യാണ്ട് ലൈവ് സെൽസ് കാണാൻ പറ്റും. ഇതാദ്യം കണ്ടുപിടിച്ച ഫ്രിറ്റ്സ് സെർനിക് എന്ന സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ ആലോചിച്ച് നോക്കുക. നാലാമത്തെ മൈക്രോസ്കോപ്പാണ് ഇൻ്റർഫറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. അധികം ഇമ്പോർട്ടൻ്റ് അല്ല. ഞാനൊരു ജസ്റ്റ് ഒരു വൺ വേർഡ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് ഒരു ബേസിക് ലെവലിലെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രം മെൻഷൻ ചെയ്യുന്നതാണ്. ഇൻ്റർഫറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ ലൈറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്മോൾ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ആംപ്ലിഫൈ ആയിട്ട് നമ്മളെ ഒരു ഒബ്ജക്റ്റിനെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കുന്ന ഒരു സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻ്റർഫറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പറഞ്ഞാൽ നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള ചിലപ്പോൾ ചോദ്യം വരാം. അതിൻ്റെ ഉത്തരമാണ് ബാക്ടീരിയ. അധിക ബാക്ടീരിയനും വെറ്റ് മൗണ്ട്സ് കാണാൻ വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പാണ് ഇൻ്റർഫറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് ആംപ്ലിഫൈ ചെയ്യും. അതുകൊണ്ട് അത് ആംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അധിക ലിവിങ് ഓർഗാനിസിനെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയൻ്റെ വെറ്റ് മൗണ്ട്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ വൺ വേർഡ് ചോദ്യങ്ങൾ ചിലപ്പോൾ ബേസിക് ലെവലിൽ ചോദിക്കാം. അതുകൊണ്ട് മെൻഷൻ ചെയ്തത് ഇൻ്റർഫറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. അഞ്ചാമത്തെ മൈക്രോസ്കോപ്പാണ് ഡാർക്ക് ഫീൽഡ് ഇലുമിനേഷൻ മൈക്രോസ്കോപ്പ്. പേര് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഡാർക്ക് ഫീൽഡ് ഇലുമിനേഷൻ മൈക്രോസ്കോപ്പ്. ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് ഒരു ഒബ്ജക്റ്റ് തട്ടുന്ന സമയത്ത് അത് സ്കാറ്റർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ആ ഒബ്ജക്റ്റ് മാത്രം വിസിബിൾ ആവും, ചുറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിട്ടായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ചെയ്ത് കിട്ടും. ആ ഒരു രീതിയിലുള്ള ടെക്നിക്കാണ് ഡാർക്ക് ഫീൽഡ് ഇലുമിനേഷൻ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, അൾട്രാ മൈക്രോസ്കോപ്പി എന്നുള്ള പേരും കൂടി ഉണ്ട്. ഇതിന് മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് സർട്ടൻ ഡിസീസ്, ചില ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗസോ ഏതെങ്കിലും ഒരു ഡിസീസ് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു മൈക്രോ ഓർഗാനിസം ഡിസീസ് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് ഫീൽഡ് ഇലുമിനേഷൻ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ചില നോർമൽ ലൈറ്റിൽ കാണാൻ പറ്റാത്ത ലിവിങ് ഓർഗാനിസത്തിനെ ഡാർക്ക് ഫീൽഡ് ഇലുമിനേഷൻ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിന് ഡിസീസ് ഡയഗ്നോസിന് മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് എന്ന് പറയുന്നത് ഡാർക്ക് ഫീൽഡ് ഇലുമിനേഷൻ മൈക്രോസ്കോപ്പിന്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. അടുത്തൊരു മൈക്രോസ്കോപ്പാണ് UV മൈക്രോസ്കോപ്പ്, അതായത് അൾട്രാ വയലറ്റ് മൈക്രോസ്കോപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ട് മൈക്രോസ്കോപ്പിന് പക്ഷേ യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് അൾട്രാ വയലറ്റ് ആണ്. കാരണം റിസോൾവിംഗ് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഓർഡിനറി മൈക്രോസ്കോപ്പിനെക്കാട്ടും കൂടുതൽ റിസോൾവിംഗ് പവർ UV മൈക്രോസ്കോപ്പിനാണ്. കാരണം ഇക്വേഷൻ ആലോചിച്ചാൽ മതി. കാരണം ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറക്കണമെങ്കിൽ
ലാംഡ, അതായത് വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് UV മൈക്രോസ്കോപ്പിന് കൂടുതൽ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. കാരണം ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ ആകെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് യൂസ് ചെയ്താൽ കൂടുതൽ റിസോൾവിംഗ് പവർ കിട്ടും. അതാണ് ഇതിന് ബേസിക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു കാര്യം, അതായത് UV മൈക്രോസ്കോപ്പ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാണ് മാത്രമേ ഈ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്നില്ല. കൂടുതലൊന്നുമില്ല. എൻട്രൻസ് ചിലപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ആയിരിക്കും ചിലപ്പം ചോദിക്കുന്നുണ്ടാവുക, അതുകൊണ്ട് മെൻഷൻ ചെയ്തല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൈക്രോസ്കോപ്പിൻ്റെ ഒരു പോർഷൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യില്ല. ഇനി അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രോ മൈക്രോസ്കോപ്പും ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പും ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ biontech@gmail.com മെയിലേക്ക് അയക്കുക. പുതിയ വീഡിയോ കണ്ടുവരുന്നവരെ ബൈ.